ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഇട്ട വീഡിയോ ഒരു പച്ച മാന്തൾ മുളകിട്ടതാണ്. അതിന് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ചൊരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ, ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട്, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത്, 2 പച്ചമുളകും, ഒരു 2 ചെറിയ തക്കാളി, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ലേശം വെളുത്തുള്ളിയും ചതച്ചത് ഒക്കെപ്പാടെ കൂടിയിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല വഴറ്റണ്ട, അതായത് നമ്മളിത് തിളച്ച് വേവിക്കാനുള്ളതാണല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു പകുതി പച്ചമണം മാറുന്നത് വരെ, അതുപോലെ ആ തക്കാളി ഒന്ന് ഉടയുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് ലേശം ഉപ്പിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഞാനിവിടെ പൊടിയായിട്ടല്ല ഇടുന്നത്, പൊടി മിക്സിയിലിട്ടിട്ട് ഞാൻ അമ്മിമ്മി അരക്കാറുണ്ട്. ഇപ്പം നോമ്പും വെയിലൊക്കെ ആയതുകൊണ്ട് പുറത്ത് പോയി അരക്കാനുള്ള മടി കൊണ്ട് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിക്കുകയാണ്. അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഉപകാരം ഉള്ളതെന്ന് വെച്ചാൽ, അത് ഒരു കൊഴുപ്പ് കിട്ടും. നമ്മൾ അമ്മിമ്മ പച്ച മുളകുണ്ടല്ലോ, അതായത് ഉണക്കമുളക് പച്ചയിൽ പൊടിപ്പിക്കാത്തത് അരക്കുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൊഴുപ്പും കറിക്കും ഉണ്ടാവും, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ അത് മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ട് അത് ലേശം പൊരിക്കാനുള്ളതിലേക്കും എടുത്തു, ബാക്കിയുള്ളത് ഞാൻ കറിയിലേക്ക് കൊടുത്തു. അതിലേക്ക് ലേശം പെരിഞ്ചീരകം, 2 ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു ലേശം വെളിച്ചെണ്ണയും പാടെ കൂട്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുത്തത്. അപ്പോൾ അതങ്ങനെ കായം തേക്കുമ്പോൾ പൊരിക്കാനുള്ള മീനിലേക്ക് പെട്ടെന്ന് പിടിക്കും ചെയ്യും, നല്ല ടേസ്റ്റുമാണ്. അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ കറിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒന്ന് വഴറ്റി ആ പച്ചമണം മാറി കുറച്ച് പുളിവെള്ളം ഒഴിച്ച് അങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി കുറുകി വന്നതിന് ശേഷം നമുക്ക് മീൻ ഇടാം. മീൻ വാലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ കറിയിൽക്കും, തലൻ്റെ ഭാഗം ഞാൻ പൊരിക്കാനും എടുത്തിട്ടുള്ളത്. വലിയ മാന്തളുണ്ട്, ചെറിയ മാന്തളുണ്ട്. ചെറിയ മാന്തൾ പിന്നെ മുറിച്ചില്ല, വലിയ മാന്തൾ മുറിക്കാതെ ആകുമ്പോൾ ചട്ടിയിൽ നീളത്തിൽ കിടക്കും. അപ്പോൾ അതിനെ കട്ട് ചെയ്തിട്ട് തലഭാഗം പൊരിക്കാനും വാൽഭാഗം കറിക്കും എടുത്തു. നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് മേലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കഷ്ണം ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് അങ്ങനെ അടച്ച് വെക്കുക. ഇപ്പം നോമ്പായതുകൊണ്ട് ഇപ്പം ഇനി വൈകുന്നേരമല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ അത് ഇരിക്കുന്നിടത്തോളം ടേസ്റ്റ് കൂടും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ മുളകിട്ടത് ഇത്ര ആയിട്ടുള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അസ്സലാമലൈക്കും. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. മുളകാറും കൂടി ആകുമ്പോൾ ചോറിലേക്കും പത്തിരിയിലേക്കും ഒക്കെ എടുക്കാം.